ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. സാധാരണ സുനിച്ചേട്ടൻ ഉണ്ടാവാറില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൽ തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഞങ്ങൾ വെളുപ്പിന് തന്നെ പോയതുകൊണ്ട് തന്നെ വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടാണ്. അവിടെ കയറിയതിന് ശേഷം അവിടെ നിന്ന് മസാല ദോശ കഴിക്കാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് ഞങ്ങൾ ചെന്നതെങ്കിലും അവിടെ മസാല ദോശ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ കുറച്ചുകൂടി ലേറ്റായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയും. നമ്മൾ ഇത്തിരി വെളുപ്പിനാണ് പോയത്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ചേച്ചിക്കൊക്കെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ച് ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി. ഞാനാണെങ്കിൽ പണ്ട് മുതലേ ലിപ്സ്റ്റിക്ക് കാര്യങ്ങളിലോടൊന്നും അത്ര വലിയ ഇടാറൊന്നുമില്ല. ശ്രുതി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിടും, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് മേടിച്ചൊരു സാധനം ഇടൽ കണക്കായിരിക്കുള്ളൂ. പിന്നെ ഇപ്പോഴായ പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം മേടിച്ച് വെക്കണ ശീലമുണ്ട്. പക്ഷേ അത് വല്ലപ്പോഴും ഇങ്ങനെ ഒരു പൂതി തോന്നുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ ചായ കുടിച്ചത് കൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വിശപ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു 10 മണിയായപ്പോൾ തന്നെ. പിന്നെ ഉച്ചക്കലത്തേക്കും കൂടി ആക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ 10 മണിയായപ്പോഴേക്കും സുതപ്പം പോയതിന് ശേഷം വേഗം അടുക്കളയിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ചെറിയ പനീർ കറി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഇവിടെ എൻ്റെ അരിയത്ത് ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ, സുനിച്ചേട്ടൻ അരിയത്ത് ഇരിപ്പുണ്ട്. ഇങ്ങനെ റിംഗ് ലൈറ്റും ഫോണും ഒക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ എന്നോട് പറയുന്നതാണ്, ഫോൺ മേടിച്ചതിന് ഗുണമുണ്ടായി, എന്തായാലും നല്ലതായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കണമായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഇന്നലെ നമ്മൾ രാത്രി മേടിച്ച ചപ്പാത്തിയും സുനിച്ചേട്ടനാണെങ്കിൽ നല്ല ചോറും മാങ്ങ അച്ചാറും കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് അതെടുത്ത് അച്ചാറിട്ടതും കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ച് കുറച്ച് എനിക്കും തന്നിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയുടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുക്കള കുറച്ച് മെസ്സായി കിടക്കണമായിരുന്നിട്ട്. അടുക്കളയിൽ ഞാൻ സാധാരണ നമ്മുടെ ടർക്കി കാര്യങ്ങളൊക്കെയാണ് തുടയ്ക്കാനും പിടിക്കാനും ഒക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. പക്ഷേ ഞാൻ മുറിച്ചെടുത്തതിൽ കുറച്ചും കൂടി കൂടുതൽ മുറിച്ചെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോൾ ടിഷ്യൂ പോലെ ചുരുണ്ട് വന്ന്, പക്ഷേ സംഭവം കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇനി മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് വലുത് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ എൻ്റെ ടവലിൻ്റെ അത്രയും വലുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. നല്ല സൂപ്പറായിട്ട് തുടക്കാനൊക്കെ പറ്റി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തുടക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ മീനെ പുരട്ടി വെച്ചില്ലല്ലോ. മീനിപ്പോൾ കുറച്ച് സമയം പുരട്ടി വെച്ചാലല്ലേ അതിന് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ജോലിയും കഴിയുമ്പോഴേക്കും അവസാനം മീൻ വറുക്കാൻ ഇടാലാന്ന് അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാനാണെങ്കിൽ സുനിച്ചേട്ടൻ ഇപ്പം ചോറുന്നത് കൊണ്ട് തന്നെ വലുതായിട്ട് കറികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നോട് ഉച്ചക്ക്. കാരണം ഉച്ച കഴിഞ്ഞ് ചേട്ടൻ പോകും, അപ്പോൾ ഒരു തക്കാളി കറി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ തക്കാളി പാലൊഴിഞ്ഞൊക്കെ വെച്ച് അടുക്കള അങ്ങാട് നമ്മുടെ പുതിയ ടവൽ വെച്ച് തുടച്ച് നല്ല സുന്ദര കുട്ടപ്പി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.